SFI നേതാവ് ഐഷി ഘോഷിനെതിരെ വീണ്ടും ഡൽഹി പോലീസ്. ഇന്നലെ രാത്രി വൈകി മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ AKG ഭവന് സമീപം ഐഷിയെ തെരഞ്ഞെത്തി. വിഷയം സുപ്രീം കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്താനും അറസ്റ്റ് വാറണ്ടിനെതിരെ പട്യാല ഹൗസ് കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ് CPM കേന്ദ്ര നേതൃത്വം. രാജേഷ് ശ്രീനിവാസനുണ്ട് വിവരങ്ങളുമായി. രാജേഷ്, നമ്മൾ ഇതെല്ലാം കണ്ടതാണ് ഡൽഹിയിൽ ഇത്തരത്തിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ തടയുന്ന ജോൺ ബ്രിട്ടാസിനെ അടക്കം. എന്നാൽ വീണ്ടും ഡൽഹി പോലീസ് ഇത്തരത്തിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടത്തുന്ന സാഹചര്യമാണ്. ഇപ്പോൾ കോടതിയെ അടക്കം സമീപിക്കാൻ CPM ഒരുങ്ങുമ്പോൾ അറസ്റ്റ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഡൽഹി പോലീസ്? കാർത്തു, കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് രാവിലെയോടെ ഈ ഡൽഹി പോലീസ് ഈ പരിസരത്ത് ഈ AKG ഭവന്റെ പരിസരത്ത് വിന്യസിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ വീണ്ടും ഈ മഫ്തിയിലടക്കം പോലീസ് സേന ഈ AKG ഭവന് സമീപം എത്തിയെന്നാണ് CPIM നേതാക്കൾ ആരോപിക്കുന്നത്. അതേസമയം തന്നെ ഐഷി ഘോഷിനെതിരെയുള്ള ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ഈ ഐഷ ഘോഷിനെതിരെയുള്ള നടപടി അതിൽ ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഈ അറസ്റ്റ് വാറണ്ടിനെതിരെ പട്യാല ഹൗസ് കോടതിയെ സമീപിക്കുമെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇത് 2021 ബംഗ്ലാ ഭവന് മുന്നിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഐഷ ഘോഷിയെ അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റിനുള്ള നീക്കം ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു വലിയ പോലീസ് സന്നാഹവുമായി ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്ത് AKG ഭവനിൽ ഉള്ളിലേക്ക് പോലീസ് സേന എത്തുന്നതും അറസ്റ്റിനുള്ള നീക്കം നടത്തുന്നതും. അതിൽ തന്നെ രാജ്യസഭ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MP-മാരും മുതിർന്ന നേതാക്കളും ഇടപെട്ട് ഈ അറസ്റ്റ് നീക്കത്തെ ചെറുക്കുന്ന സാഹചര്യമായിരുന്നു. ഇതിൽ നിന്ന് പിന്തിരിയുന്ന സാഹചര്യം ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതിൽ മുന്നോടി അല്ലെങ്കിൽ ഇതിന് പിന്നാലെയാണ് ഇന്നും അറസ്റ്റിനുള്ള നീക്കത്തിലേക്ക് ഡൽഹി പോലീസ് കടക്കുന്നു എന്ന സൂചന ലഭിക്കുന്നത്. അർദ്ധരാത്രിയോടെ ഈ മഫ്തിയിൽ വീണ്ടും പോലീസ് AKG പരിസരത്ത് എത്തിയതായാണ് CPIM നേതാക്കൾ അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് AKG ഭവന്റെ മുന്നിൽ വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഐഷി ഘോഷിനെതിരെയുള്ള പോലീസ് നീക്കം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ്. എന്തായാലും ഈ ഐഷി ഘോഷിനെതിരെയുള്ള നടപടിയിലേക്ക് കടക്കുമ്പോൾ CPIM നേതാക്കളും SFI നേതാക്കളും പ്രധാനമായും ആരോപിക്കുന്നത് ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ പ്രതിഷേധത്തിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഈ ജന്തർ മന്ദിറിൽ ഈ ഐഷ ഘോഷി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിന്റെ പ്രതികാര നടപടിയാണ് ഡൽഹി പോലീസ് നടത്തുന്നത് എന്നാണ് SFIയും CPIM ദേശീയ നേതാക്കളും അറിയിക്കുന്നത്. അല്ലെങ്കിൽ 2021 കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കേസ് ഈ മാസം 30 പരിഗണിക്കാനിരിക്കെ തിടുക്കപ്പെട്ട് എന്തുകൊണ്ട് ഡൽഹി പോലീസ് ഈ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് എന്നതാണ് പ്രധാന നേതാക്കളെല്ലാം ആരോപിക്കുന്നത്. എന്തായാലും ഐഷ ഘോഷിനെതിരെയുള്ള ഡൽഹി പോലീസിന്റെ നടപടി അത് ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. കാർത്തു, ശരി, രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.